ലോഡ് ഷെഡിങ് ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ? അല്ല, നാളെ മറ്റന്നാളോ അവസാനിക്കുമോ? അതുമില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താ വേണ്ടത്? ഇരുട്ടത്ത് ജീവിക്കാൻ പഠിക്കുക. ചേച്ചി, എന്താ ഈ പവർ കട്ട്? മീനൊന്നും വാങ്ങിയിട്ടില്ല. അമ്മയ്ക്ക് അറിയോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു 10 കൊല്ലം മുന്നേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാ? അന്ന് ഡെയിലി പത്രത്തിൽ അറിയിപ്പ് വരും, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പവർ കട്ട് അഥവാ ലോഡ് ഷെഡ് എന്ന്. പിന്നെ എപ്പോഴാച്ച ഈ പവർ കട്ട് മാറിയത്? അങ്ങനെ ജനങ്ങളൊക്കെ ദുരിതത്തിലായിരിക്കുമ്പോഴാണ് ഈ നാട് ഭരിക്കുന്ന നമ്മുടെ സർക്കാർ ഭരണത്തിൽ വരുന്നത്. അവർ വരുന്നത് തന്നെ വാക്ക് പാലിക്കാനാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സർക്കാർ നാട് ഭരിക്കുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ പവർ കട്ട് ഇല്ലേ ഇല്ല. അതെങ്ങനെ കഴിഞ്ഞു? അതോ, നമ്മുടെ സർക്കാർ മുടങ്ങിക്കിടന്ന ജലവൈദ്യുത പദ്ധതികളെല്ലാം പുനരാവിഷ്കരിച്ചു. കൂടാതെ സോളാർ വൈദ്യുതി ആരംഭിച്ചു. പകൽ സമയങ്ങളിൽ അധികമായി വരുന്ന സോളാർ വൈദ്യുതി സ്റ്റോക്ക് ചെയ്ത് രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പവർ കട്ട് ഇല്ലാതായത്. 10 വർഷത്തിനുള്ളിൽ 101 സബ്സ്റ്റേഷനുകളും അതുപോലെ തന്നെ 3218 കിലോമീറ്ററിലധികം സർവീസ് ലൈനുകളും സ്ഥാപിച്ചു. 34 ലക്ഷത്തിലധികം പുതിയ കണക്ഷൻ കൊടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരുടെയും വീടുകളിലേക്ക് വികസനം എത്തിക്കാൻ നമ്മുടെ ഈ സർക്കാരിന് കഴിഞ്ഞു. ഞാൻ പഠിച്ചു വലുതാവണ വരെയെങ്കിലും പവർ കട്ട് ഇല്ലാണ്ടിരിക്കട്ടെ. അതുറപ്പല്ലേ? ഈ ഭരണം ഇനിയും തുടരും. ഇരുട്ടകറ്റിയ ഈ കാലഘട്ടം ഇനിയും തുടരുക തന്നെ ചെയ്യും.